ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ചല്ല കുറെ അധികം ദിവസങ്ങളായിട്ട് സ്വാഗതം പറഞ്ഞ കുഞ്ഞ്. സ്വാഗതം സ്വാഗതം ഇനിയിപ്പോ പറഞ്ഞോട്ടെ പറയാവോ? മഴ പെയ്യുന്നു, പറ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് മഴ പൊടിയുന്നേ ഗൈസ്. അപ്പോൾ മഴയൊക്കെ ആയപ്പോൾ ഒരാഗ്രഹം ഒരാഗ്രഹമല്ല, ഒരു 100 ആഗ്രഹമുണ്ട്. ഓരോ ദിവസവും ഫോണിൽ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് പറയും, എടി നമുക്കിന്ന് അതുണ്ടാക്കാടി, നമുക്കിന്ന് അതുണ്ടാക്കാടി. അങ്ങനെ 2-3 ദിവസം കൊണ്ടുള്ള ശല്യം സഹിക്കുക വയ്യാതെ എന്തായിരുന്നു, മുട്ട മസാല വേണം. പുറത്ത് ഭയങ്കര മഴയാ, മുട്ട മസാല വേണം. ഇപ്പൊ കിട്ടിയ ഒരു 10 എണ്ണം തിന്നെ 20 എണ്ണം തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം തരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താ പറയാ, മുട്ട മസാല ഗൈസ്. മുട്ട മസാല. അമ്പു കുളിച്ചിട്ടില്ല, അമ്പുവിനെ ഇനി ഒന്ന് കുളിപ്പിക്കണം. നമുക്ക് മുട്ടയൊക്കെ ഒന്ന് റെഡി ആക്കി സമ്മതിക്കുന്നില്ല. മുട്ട ഇട്ടിട്ട് മുട്ട ഇട്ടിട്ടോ? നീ ആരും ഇവിടുത്തെ കോഴിയോ? ഞാൻ മിക്കവാറും മുട്ട ഇടേണ്ട പേര്. ഇവള് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് ഗൈസ്. ഇന്ന് ഡീ മഴയാ, അതുകൊണ്ടല്ലേ ഞാൻ തല ഇറങ്ങുന്നു. അമ്മിക്ക് ഇറങ്ങിയതാ, എന്താന്ന് അറിയത്തില്ല. 30 ദിവസം അടുക്കുമ്പോ ഇതെങ്ങനെയൊക്കെയാ. 30 ദിവസം അടുക്കുന്നതിന്റെ ലക്ഷണമായി. മഴ പെയ്തിട്ടേ അന്തരീക്ഷം ഫുള്ള് നനഞ്ഞ് എന്താ പറയണ്ടേ. ഇവിടെ ഒരു റംബുട്ടാൻ നിൽപ്പുണ്ട്. ആ റംബുട്ടാൻ എന്റെ വീണ് ഇവിടെ മൊത്തം റംബുട്ടാൻ. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിട്ട് പോവാം ഗൈസ്. നമുക്ക് ഐശ്വര്യത്തോടെ എന്താ ചെയ്യേണ്ടത് അറിയാവോ? അതെ, ഗ്യാസ്. എന്താ ഗ്യാസ് ഓൺ ആക്കണം. എല്ലാ കാര്യങ്ങളും അമ്പുവിന് അറിയാം. ഈ ഇടയായിട്ട് ഫോണിൽ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. പിന്നെ അമ്പുവിന്റെ വ്ളോഗാ ഗൈസ്. അങ്ങനെ സ്റ്റവ് ഇതിന് അടുപ്പുന്നത് എന്താണ് ഇത് പറയുന്നത്? ഫ്ലെയിം ഓൺ ആക്കി ഗൈസ്. അങ്ങനെ നമ്മള് ഇവിടെ എഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2, 4, 6 എഗ്ഗാണ് ഗൈസ് എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് കൊതി കിട്ടാതിരിക്കാനെങ്കിലും ബാക്കിയുള്ളവർക്ക് ഒരു ഇത്തിരി കൊടുക്കണം ഗൈസ്. അപ്പൊ പൊന്നെ പാത്രം എടുത്ത് അടുപ്പ് വെച്ച് തീ കത്തിച്ച് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് ഇനി അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ച് 6 മുട്ടയും കൂടി ഇടാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മള് ആർക്കറിയത്തില്ലല്ലോ മുട്ട അങ്ങനെ നമ്മൾ മുട്ട പുഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ മുട്ട പുഴുകുന്ന സമയം കൊണ്ട് നമുക്കിനി എന്താണ് ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. എനിക്ക് അമ്പൂട്ടിനെ കുളിപ്പിക്കണം. കുച്ചിട്ട് ഓടി വരുമോ? കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ഭയങ്കര തണുപ്പാവും. അതുകൊണ്ട് അമ്പൂനെ നേരത്തെ കുളിക്കണം ഗൈസ്. അപ്പൊ നമ്മുടെ മുട്ട വേകുന്ന സമയത്ത് ഷാനി തന്റെ അമ്പുവിനെ കുളിപ്പിക്കും. ഞങ്ങള് നീരാട്ടിന് പോവാല്ലേ അമ്പു? അമ്പുന്റെ കപ്പ് കാണിച്ചേ. അമ്പു തന്നെയാ കിളിച്ചമ്പൂന്. ഞങ്ങളുടെ കിളിശിയും പിടിച്ച വരുവാണ് പപ്പ. അമ്പുസെ പെട്ടെന്ന് കുളിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട പൊട്ടി തവിട് പൊടിയാവും. ഓക്കെ, അമ്പുന് വേണോ മുട്ട? എഗ് വേണോ അമ്പു? അമ്പുന് എഗ് വേണോ? പേടിപ്പിച്ചു പോയി. അതിനിടയ്ക്ക് നീ പോയി ഡ്രസ്സും മാറിയാ? ഇല്ല, പിന്നെ ഇവിടെ കുളിപ്പിക്കത്തില്ല. ഇപ്പൊ നോക്കിക്കോ, ഞാൻ നനഞ്ഞ് കുളിച്ചായിരിക്കും ഇറങ്ങിയത്, കോഴിയെ പോലെ. ഞാൻ ഇടയ്ക്ക് ഡ്രസ്സ് മാറി. ഇനി ഇറങ്ങിയിട്ട് ഡ്രസ്സ് മാറ്റി. അല്ലേ അമ്പു? എന്താ അമ്പു പറയുന്നേ? എന്തൊക്കെയോ കപ്പൂലിയോ കാത്തിയാ കാക്കുവാ. ഞങ്ങള് കുളിക്കാൻ ഞങ്ങള് കുച്ചാൻ പോവാ. ബാലഗോപാലനെ അമ്പുവിന്റെ ബാത്തിങ് ആണ് തന്നെ. അമ്പുന് എണീറ്റ് നിക്കണം, കറങ്ങണം. അല്ലേ അയ്യേ, അമ്പുവിന്റെ കുളിശീന് എല്ലാരും കണ്ടു. കുയ് കുയ് പറ. മിണ്ടല്ലേ പറ. കാണിച്ചു കൊടുത്ത എങ്ങനാ? മിണ്ടല്ലേ, ആരോടും പറയല്ലേ. ഞങ്ങള് കുളിച്ചുന്ന കാര്യം ആരോടും. എണ്ണയൊക്കെ തേച്ച് ഞങ്ങളിപ്പോ ഒരു കുളിയുണ്ട്. എണ്ണയൊക്കെ തേച്ച് മുട്ട റോസ്റ്റിന് പോവാ. ഞങ്ങൾ എണ്ണയൊക്കെ തേച്ച് പെരട്ടി മുട്ട റോസ്റ്റിന് പോവാണ് ഗൈസ്. സത്യം പറഞ്ഞാല് പുറത്താണ് അടിപൊളി മഴയാ ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ മഴയുടെ ഈ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ മൂടിപ്പോച്ച് കിടക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഗൈസ്. കാരണം ഒരു ആഗ്രഹം കൊണ്ട് പൊന്നാട് പറഞ്ഞ പൊന്നാ മുട്ട മസാല ഉണ്ടാക്കിയല്ലോ. സംഭവം എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഷാനിനോട് ഞാൻ പറഞ്ഞു, എടി നമുക്ക് മുട്ട മസാല ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞാൽ 1, 2, 3 ദിവസങ്ങളൊക്കെ ആയി ഗൈസ്. അപ്പോൾ ഇന്ന് ഷാനി നമുക്ക് മുട്ട മസാല ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഷാനി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് നമുക്ക് പോയിട്ട് മുട്ട മസാലയുടെ ബാക്കി പ്രിപ്പറേഷൻസ് തുടങ്ങണം. ഷാനി, എടാ നിനക്ക് ഉണ്ടാക്കാൻ അറിയൂടാ? മുട്ട പുഴുങ്ങി തരും, നീ തിന്നും. ഇനി മുട്ട മസാല തിന്നു കഴിയുമ്പോ സമാധാനാവോ? ഇനി എല്ലാ ദിവസവും മഴ പെയ്യും. ഇനി എല്ലാ ദിവസവും ഓരോന്നും കൊണ്ട് വരരുത്. രാത്രി ഫുള്ള് കിടന്ന് ഫോണിൽ തോണ്ടാ, എന്നിട്ട് ഓരോന്ന് കണ്ടുപിടിക്കുക. പിറ്റേ ദിവസം രാവിലെ തൊട്ട് പുറകെ നടക്കും. എടി പുറത്ത് മഴയാടി, അല്ലേ അമ്പു? സോപ്പ് ചേച്ചി
ജീച്ചിയോ പടാ ചീച്ചി എടി നിനക്ക് ശരിക്കും ഇതാ ബുദ്ധിമുട്ടായോടി? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. കാരണം ഞാനൊരു കോഴിയെ പിടിച്ച് ഞെക്കി വേണമല്ലോ മുട്ടടിപ്പിക്കാൻ. നിന്റെ ഒരവസ്ഥ. നമ്മുടെ കോഴിക്കുട്ടീന്ന് കോഴിയെ പിടിച്ച് കോഴിയുടെ തുണ്ട് പിടിച്ച് നെക്കിയിട്ട് മുട്ടയിടിപ്പിക്കണല്ലോ. നിന്റെ പാപ്പാടെ കാര്യം. മുട്ടയുണ്ട് അത് മേടിച്ചോണ്ട് തന്നിട്ടുണ്ട്. അതിന് വേണ്ട മസാലാസ് എല്ലാം ഉണ്ട്. ജസ്റ്റ് ഒന്ന് മുട്ട പുഴുങ്ങി അതൊന്ന് സെറ്റ് ആക്കി തരാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ഇനി കണ്ടുപിടിക്കാതിരുന്നാൽ മതി. നോക്ക്, പുറത്ത് നല്ല മഴച്ചാറ്റില്ല കേട്ടോ. നല്ല മഴയായിരുന്നു, അതിപ്പോ തോർന്നിട്ടുണ്ട്. കാലാവസ്ഥ കൊള്ളാല്ലേ, അടിപൊളി. വേണ്ട അങ്ങനെ അമ്പൂന്റെ നീ എന്താണ് എനക്ക് വേണ്ടരുത്. എന്റെ അമ്പൂന്റെ നീരാട്ട് കഴിഞ്ഞ് വേണ്ട ഷാനും അമ്പും പുറത്തിറങ്ങി. മിണ്ടരുത് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം ഗൈസ്. അപ്പൊ അതെ, അമ്പുന്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊളിക്കുന്ന ജോലി ഞാൻ പൊന്നാക്കി തരാം. അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാൻ പറയല്ലോ, എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട തിന്നാൻ. ഞാൻ വേറെ ആളെ കാണിച്ചതാണ്. എന്താ കഴിക്കാനാ റെഡി ആയിട്ട് നിൽക്കുന്നേ? മുട്ട മസാല. നീ ഇങ്ങോട്ട് നോക്കടാ, എന്താണ് വേണ്ട നിനക്ക്? സ്കൂളിൽ പോവാൻ നടക്കോ ഞങ്ങളുടെ ഗൈസ്. അപ്പൊ മുട്ട പൊളിക്കണം ഗൈസ്. അത് ചെറിയൊരു ടാസ്ക് ആണ്, എന്നെ സംബന്ധിച്ചത് ഭയങ്കര ടാസ്ക് ആണ് ഗൈസ്. ഗൈസ് അപ്പൊ മുട്ട പൊളിക്കുക. സത്യം പറയാനല്ല, മുട്ട ഞാൻ പൊട്ടിക്കേണ്ട ആവശ്യമില്ല, മുട്ട ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. ചൂടാടാ വേണോ നിനക്ക്? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, നമുക്ക് ഈ മുട്ട പൊട്ടിക്കാതെ തോടൊക്കെ തിന്നാലോ? അതെനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ മുട്ട പൊളിച്ചു ഗൈസ് അങ്ങനെ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ തോട് മാത്രല്ല, പകുതി മുട്ടയും കളഞ്ഞു. മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ചുവന്നുള്ളിയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് ചുവന്നുള്ളി നിർഭാഗ്യവശാൽ ഇന്ന് ഇല്ലാത്തത് കാരണം നമ്മളൊരു ചെറിയ പീസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക്, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വറ്റൽമുളക്. കറിവേപ്പില അവിടെ എപ്പോൾ ഞാൻ പറഞ്ഞെന്നറിയോ, ചെടിയിൽ നിന്ന് 2 കറിവേപ്പില എടുത്തോണ്ടിരാ. പോയിട്ട് വാ ഗൈസ്. കറിവേപ്പില ഇവിടെ കണ്ട നിപ്പുണ്ടായിരുന്നു, മഴയത്ത് പോയെന്ന് തോന്നുന്നു. കറിവേപ്പിലയിൽ നിൽക്കുന്ന കറിവേപ്പില ഇല്ല ഗൈസ്. ഇനി നമ്മൾ കാട്ടി കയറേണ്ട വരും. ഗൈസ് അങ്ങനെ കറിവേപ്പില പറിച്ചോണ്ട് ഇന്നിപ്പോ മഴ പെയ്ത് ഗൈസ്. മഴ വീണ്. നീ പറഞ്ഞ കറിവേപ്പില അവിടെ ഒന്നും ഇല്ലായിരുന്നു, അതെല്ലാം പോയി. ആ മഴത്തെല്ലാം പോയി. ഒരു വെയിലത്തെല്ലാം പോയി. ചെറിയൊരു തൈ അതാ പറിച്ചോട്ടോ. ഓക്കെ, താങ്ക് യു. സവാള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ മുട്ട, ഉപ്പ്, പിന്നെ കുരുമുളക്. മുളക് പൊടി ആണ് ഇടുന്നത്, പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി. ഗൈസ് അപ്പൊ എന്റെ പൊന്ന അടുപ്പിലാണെങ്കിൽ പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാല് നമുക്ക് വെളുത്തുള്ളിയും സവാള ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാവേ. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം, ഒരുപാട് മൂപ്പിക്കണ്ട. ആ പച്ച ടേസ്റ്റ് നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്ന് മാറ്റിയേക്കാം. മുട്ട നമ്മൾ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ മുട്ട കഴിച്ചിട്ടില്ല. അതെ, മസാല നിറച്ച മുട്ട നമ്മൾ ഫസ്റ്റ് ടൈം കഴിക്കാൻ പോകുന്നത്. അല്ല, നീ എന്തായിരുന്നു സ്കൂളിൽ പോവാനേ? മസാല മുട്ട കഴിക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞു കൂളി പോവാ, ഇന്ന് കൂളി പോണോ. അമ്മ സമ്മതിച്ചില്ല, ഞാൻ ഇപ്പം പോയില്ല. അതിന് പഴി അമ്മിക്ക്. ഇന്ന് രാവിലെ ആരാടാ മഴ നനഞ്ഞ മുറ്റത്ത് കിടന്ന്? മഴ നനഞ്ഞ ചെറിയൊരു പനി പിടിച്ചു ഗൈസ്. അതാ സ്കൂളിൽ പോകാതിരിക്കുന്നു അല്ലേടാ, പഴി അമ്മിക്കും. അതെ. അപ്പൊ നമ്മള് സവാളയും അതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ കറിവേപ്പില. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നോക്കിയാണോ? അതെ, നമ്മുടെ മസാല. എന്തൊരു എരിവാ, മണത്തി. നിനക്ക് കുഴപ്പമില്ല, നീ കഴിക്കും. ഇത് ഇച്ചിരി ഡാർക്ക് ആയിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കുരുമുളക് ഇച്ചിരി ഏറെ ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളകിന്റെ കളറും കൂടെ
മുറിക്കാൻ അങ്ങോട്ട് അങ്ങനെ മുറുക്കി പൊട്ടാതെ മുറിച്ചെടുക്കണ്ടേ. എന്നാലും ഇപ്പൊ ഞാൻ മിക്സ് ചെയ്ത് തരും കേട്ടോ. ഇപ്പം നമ്മള് കുറച്ച് മസാല അതിനെടുത്ത് ഇവിടെ മുട്ടയിലേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നതിനകത്ത് ഞാൻ കുറച്ചല്ല, ഞാൻ ഇത് മൊത്തം ചേക്കും. നിങ്ങൾ തിന്നണം. ഇനി മേലെ ചോദിക്കരുത്. അതെ, ഇനി ഇങ്ങനത്തെ ഒരു സാധനം കണ്ടുപിടിച്ചോണ്ട് വരരുത്. മസാല വെച്ച് ഗൈസ് അത് മനുഷ്യന് തിന്നാൻ പറ്റാത്ത കണ്ടു കഴിഞ്ഞാൽ സത്യം ശരിക്കും എരിവുള്ളതാണ്. എനിക്കിപ്പൊ തന്നെ ഇരിക്കുന്നു. ഗൈസ് അങ്ങനെ നമുക്ക് ഈ മുട്ട മൊത്തം ഇങ്ങനെ മസാല ആക്കിയിട്ട് എടുക്കാം. എല്ലാരെയും കുളിപ്പിച്ചെടുക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. അതെ, ഞങ്ങൾ അതിന് മുട്ട മസാല എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. അപ്പൊ അകത്ത് വെട്ടമില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ചാടി. എന്താപ്പാ നല്ല മണ്ണ്. അപ്പൊ ഞാൻ അത് കഴിക്കാൻ പോവാ. പിന്നെ താങ്ക്സ് ഉണ്ടാക്കി തന്നതിനും. കഴിച്ചിട്ട് പറ. താങ്ക്സ് പറയണ വേണ്ട. അയ്യോ കഴിക്കട്ടെ. സത്യം പറഞ്ഞ ഒരു ഭീകര രൂപം മുട്ടയ്ക്ക്. നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൊതി വരുന്നു. പുളി 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 ശരി കേട്ടോ, നല്ല ടേസ്റ്റ്. പക്ഷേ പുളി അതേ പറഞ്ഞ നിങ്ങൾക്ക് പറ്റും. ഓക്കെ പുളി ഇവിടെ ഇരിക്കുന്നല്ലേ ഇക്കോ. പുളിയാണോ സൂപ്പർ, ഒന്നും പറയാനില്ല. നമുക്ക് ഇത് എല്ലാവർക്കും കൊടുക്കാം. അയ്യോ അമ്പിന് പറ്റത്തില്ല. പുളി എന്നാടാ എരി നിന്റെ മൂക്കൊക്കെ ചുമന്ന സാധനം സെറ്റ്. എരി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഒന്നും പറയല്ല. അപ്പൊ ഇത് കാന്താരി വെച്ച് ചെയ്താൽ നമുക്ക് അടുത്തൊരു വട്ടം അടിപൊളി. പക്ഷെ എനിക്ക് എരി താങ്ങാൻ പറ്റത്തില്ല. എനിക്ക് എത്രയ്ക്ക് എരി ഓക്കെ ആയിട്ടുള്ള ആളല്ല. തിന്നില്ല അതിന് മുമ്പ്. എങ്ങനെണ്ടാ ചിന്നുവിൻ്റെ കൂടെ ചിന്നു കഴിക്കുക. കുളിച്ചിട്ട് തലക്കെട്ടൊക്കെ ആയിട്ട് വന്നേക്കുവാ. കഴിക്കുക കഴിച്ചോ. എങ്ങനുണ്ട്? ഇരിക്കുന്നുണ്ടോ? പൊളി സാധനം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. അപ്പോൾ ബൈ ബൈ പറയടാ.